ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ. വെൽക്കം ബാക്ക് ടു ഓസം ലൈഫ്. നമ്മളങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് വളരെ സാഡായിട്ടുള്ള രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം അറിയാലോ, അപ്പം നമ്മൾ പിന്നീട് അതിങ്ങനെ അതിലേക്ക് തന്നെ വരുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചുരത്തിൻ്റെ മുകളിലാണ്, അതായത് ലക്കിടി വ്യൂ പോയിന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ പണ്ട് ഒരു മാസം 1.5 മാസം മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോ എൻഡ് ചെയ്തത് ഇവിടെയാണ്. ഇതാണ് പ്രസിദ്ധമായ ചങ്ങലമരം, വയനാട്ടിലെ. അറിയാലോ, നമ്മുടെ കരിന്തണ്ടൻ്റെ, വയനാടിൻ്റെ പ്രതീകാത്മകമായ കരിന്തണ്ടനെ അദ്ദേഹത്തിന് ബന്ധിച്ചിരിക്കുന്ന ചങ്ങലമരം. ആ മരവും ചങ്ങലയൊക്കെ ഇവിടെ കാണാം. ഒരു കെടാവിളക്ക് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ആ യാത്ര നമ്മൾ അന്ന് ചുരമൊക്കെ കണ്ട് അവസാനിപ്പിച്ച് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ അടുത്ത യാത്ര ആരംഭിക്കാം. സോ നമ്മൾ വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തെ ആ ഒരു വലിയൊരു ഡിസാസ്റ്ററിന് ശേഷം വയനാട് ഉണർന്നിരിക്കുകയാണ്. ഓൾമോസ്റ്റ് വയനാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പം സോൾവ് ആയിട്ടുണ്ട്. അതായത് മീഡിയാസിലൊക്കെ നമ്മൾ കണ്ടത് വയനാട് എന്നാണ്. അതാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്. എന്നാൽ ഒരിക്കലും അത് വയനാടല്ല. വയനാട് തന്നെയാണ്. പക്ഷേ വയനാട്ടിലെ ഒരു ചെറിയൊരു പ്രദേശമായ ചൂരൽമലയും മുണ്ടക്കായും മാത്രമാണ് അഫക്റ്റ് ചെയ്തത്. അത് പ്രേക്ഷകരിലേക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, എൻറ്റയർ വയനാടല്ല, മുണ്ടക്കായും അട്ടമല, ചൂരൽമല തുടങ്ങിയ ആ ഒരു ചെറിയ പ്രദേശം മാത്രമാണ് ഉരുൾപൊട്ടൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി എൻറ്റയർ വയനാട് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതായത് 1-2 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വയനാട് എക്സ്പ്ലോർ ചെയ്ത് തീർക്കാൻ സാധിക്കില്ല. വയനാട് നിങ്ങൾക്ക് അറൗണ്ട് ഒരു 1 വീക്കൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ വയനാടിൻ്റെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ കണ്ടുപോകാം. അത്രത്തോളം വൈവിധ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ടൂറിസമൊക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്ത സമയത്ത് ഒരുപാട് കാണാനും എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട്, ഒരുപാട് റിസോർട്ടുകളുണ്ട്, റൂംസ് ഉണ്ട്. നിങ്ങൾക്ക് അല്ലാതെ ടെൻറ്റിൽ താമസിക്കുമെങ്കിൽ അങ്ങനെയുണ്ട്. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റികൾ വയനാട്ടിലുണ്ട്. അപ്പം ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ കളക്ടറുടെ ഭാഗത്തു നിന്നൊക്കെ റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. വയനാട് ഇപ്പോൾ ഓപ്പൺ ആണ്. പക്ഷേ നിങ്ങൾക്ക് ചൂരൽമല, മുണ്ടക്കായി ആ ഡിസാസ്റ്റർ മേഖലയിലേക്ക് പോകാൻ സാധിക്കില്ല. അത് ക്ലിയർ കട്ടായിട്ട് പറയുകയാണ്, യു കനോട്ട് ഗോ ദെയർ. കാരണം അവിടുത്തെ ലോക്കൽസിന് മാത്രമേ ഇപ്പോഴും പെർമിഷനുള്ളൂ. അതുകൊണ്ട് തന്നെ ചൂരൽമല, മുണ്ടക്കായി, അട്ടമല ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എൻറ്റയർ ഹ്യൂജ് പ്ലേസ് ഓഫ് വയനാട് നിങ്ങൾക്ക് ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പണ്ട് നിർത്തിയ കരിന്തണ്ടൻ്റെ മുന്നിൽ നിന്നും, വയനാടിൻ്റെ പ്രതീകാത്മകമായ നമ്മുടെ കരിന്തണ്ടൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും നമ്മുടെ ഇന്നത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ക്യാമറ കിച്ചുവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ലക്കിടി, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ്. അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ മഴ പെയ്തുകൊണ്ടുണ്ട്. ഞാനിതാ പ്ലാസ്റ്റിക് കോട്ട് ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം അത്രയ്ക്ക് മഴയാട്ടോ. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറം മഴയില്ല. ഈ ഭാഗത്താണ് മഴ. അതാ അവിടെ നിന്നാണ് വയനാടിൻ്റെ കവാടം സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു 300 മീറ്റർ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡായിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ കരിന്തണ്ടൻ്റെ ചങ്ങലമരവും ഇതും കാണാം. അതിനെ സംബന്ധിച്ചുള്ള ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്കറിയാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് വയനാട്ടിലെ നല്ല സ്ഥലങ്ങൾ, അതായത് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ, നിങ്ങളുടെ സമയം കളയാണ്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുമോ ആ സ്ഥലങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്ത് തരാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത്, എനിക്ക് 2 പ്ലാനിങ്ങാണ് ഉള്ളത്. ഒന്ന് എന്നൂർ, പൈതൃക ഗ്രാമമുണ്ട് ഇവിടെ, എന്നൂർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ പോലും ഇല്ല, അടുത്ത് തന്നെയാണ്. അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ് നമ്മുടെ പൂക്കോട് ലേക്ക്. വളരെ ഫേമസ് ആണല്ലോ പൂക്കോട് ലേക്ക്. അപ്പോൾ ഈ 2 ഏതാണോ നമുക്ക് ഓപ്പൺ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എൻട്രി ചെയ്യാൻ സാധിക്കുന്നത്, നമ്മൾ അതിലേക്ക് പോവാം. സോ ഇന്നത്തെ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ, ഓസം ലൈഫ്. ലെറ്റ്സ് ഗോ. ഒരുപാട് ആളുകൾ ഇപ്പം വയനാടേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഒത്തിരി വാഹനങ്ങൾ വരുന്നുണ്ട്. ഇതിപ്പം എറണാകുളം രജിസ്റ്റേർഡ് വാഹനങ്ങളാണ്. അതുപോലെ തന്നെ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആയിട്ട് ആളുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പം തീർച്ചയായിട്ടും വളരെ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ കരിന്തണ്ടൻ, അതായത് ഇതാണ് നമ്മുടെ ചങ്ങലമരവും കാര്യങ്ങളും. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ആദ്യത്തെ താൻസാനിയ എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട്. നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പോകാം. ഇത് ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർക്കിലേക്ക് വരാവുന്നതാണ്. നൈറ്റാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇതിനകത്തുണ്ട്. നമ്മളെന്തായാലും തൽക്കാലം ഇതിനകത്തേക്ക് പോകുന്നില്ല. നമുക്ക് അത്യാവശ്യം ഇവിടുത്തെ നല്ല സ്ഥലങ്ങൾ പോയി കാണാം. അതിനുശേഷം പിന്നീടുള്ളൊരു ടൈമിൽ നമുക്ക് ഈ പാർക്കിലേക്ക് വരാം. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിനകത്ത് കടകളുണ്ട്, ഷോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെടികളൊക്കെ പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് വൈവിധ്യപരമായിട്ടുള്ള ഫുഡുകൾ നിങ്ങൾക്ക് ആസ്വദിക്കാം. അതുപോലെ തന്നെ ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിലേക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് വരാം. ഇത് ലക്കിടി തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് പോകേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അറൗണ്ട് ഒരു
1 കിലോമീറ്ററാണ് സഞ്ചരിക്കേണ്ടത്. ഇവിടെയുള്ള തട്ടുകടകളൊക്കെ സജീവമായിട്ടുണ്ട്. നമുക്ക് കണ്ടോ, ഒരുപാടുണ്ട്, ഒന്നൊന്നുമല്ല. ഇതാ അവിടെയുള്ള തട്ടുകട ഒക്കെയാണ്. ഇത് ഓപ്പൺ ആവുന്നു, ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. അടുത്ത തട്ടുകട ദാ ഇവിടെയുണ്ട്, അതൊക്കെ ക്ലോസ്ഡ് ആണ്. പക്ഷേ 1-2 ദിവസത്തിനകം അതെല്ലാം ഓപ്പൺ ആവും. കണ്ടോ, വളരെ ലൈവായിട്ട് ഇവിടെയുള്ള വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഭക്ഷിക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കാടമുട്ട, മുട്ട, ഇത് കണ്ണൂരപ്പം, എന്താണെന്നറിയോ, നല്ല നെയ്യപ്പം, സമൂസ, പത്തിരി, പൊരിച്ച പത്തിരി, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഉണ്ട് കേട്ടോ. നമ്മുടെ തട്ടുകടയിൽ ഒരു ചേട്ടനുണ്ട്, അദ്ദേഹം വർക്കിലാണ്. നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് വയനാടിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഉണർന്നു വരുന്നുണ്ടോ. കാരണം ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഒരു പ്രാപ്തൻ അദ്ദേഹം തോന്നുന്നു. ചേട്ടാ, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ആൾക്കാരൊക്കെ വളരെ കുറവാണ് വരുന്നത്. എല്ലാ ആൾക്കാരും മറ്റേ ഇവിടുത്തെ കാലാവസ്ഥയെ പേടിച്ചിട്ടായിരിക്കും മിക്കവാറും ആൾക്കാർ വരാത്തത്. ചൂരമല, അട്ടമല, വയനാട് എന്നാണ് വിചാരിക്കുന്നത്. വയനാട് ഇവിടുന്ന് 31 കിലോമീറ്റർ ഉണ്ട് ആ സ്ഥലത്ത്. 31 കിലോമീറ്റർ ഉണ്ട്. 31 കിലോമീറ്റർ. പക്ഷേ ഇവിടെ എല്ലാ മേഖലയും ഒരേമാതിരി തന്നെ കാണുന്നു എന്നുള്ളതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ആൾക്കാർക്കും വളരെ ദുരിതമായിട്ടുള്ള ജീവിതമാണ് ഇപ്പോൾ. കാരണം എന്ന് വെച്ചാൽ കച്ചവടക്കാർക്കാണെങ്കിൽ കച്ചവടമില്ല. എല്ലാ മേഖലകളും ഇവിടെ ഒത്തിരി കടകളൊക്കെ പൂട്ടി കിടക്കുകയാണ്. പിന്നെ നമ്മളിവിടെ പൂട്ടാതെ അങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഞായറാഴ്ചയൊക്കെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പിന്നെ അങ്ങനെ കാര്യമായിട്ട് ആൾക്കാരൊന്നും ഇല്ല എങ്കിൽ പോലും എന്നാലും അത്യാവശ്യം ഇങ്ങനെ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇവിടെ 12-1 മണി വരെയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ അതിന് ആളില്ലല്ലോ. ഇവിടെ നെയ്ച്ചോറ്, ബീഫ് ഫ്രൈ, ചിക്കൻ കറി, പൊറോട്ട, അങ്ങനെ രാവിലെ പുട്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാ സാധനവും. അപ്പോൾ രാത്രി വരെ സജീവമാണ്, രാവിലെ മുതൽ രാത്രി വരെ അല്ലേ? എന്തായാലും ആളുകളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. വരട്ടെ, നല്ല കച്ചവടങ്ങൾ വരട്ടെ. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് നല്ല കച്ചവടം ഉണ്ടാവേണ്ട സമയമാണ്. മൺസൂർ കാലാവസ്ഥ ആസ്വദിക്കാൻ ആൾക്കാർ വിദേശികളൊക്കെ വരുന്നതാണ്. ഇപ്രാവശ്യം ആരും ഇറങ്ങിയിട്ടില്ല. പ്രത്യേകിച്ച് ലക്കിടി ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റുകൾ വരുന്നതാണ്. ഇപ്രാവശ്യം ആരും അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ കച്ചവടവും കാര്യങ്ങളൊക്കെ ആകട്ടെ കേട്ടോ. നമ്മളെക്കാട്ടി കഷ്ടപ്പെട്ട ആൾക്കാർ വേറെ ഉണ്ട്. നമ്മൾ മാത്രമല്ല, ഒരുപാട് കച്ചവടക്കാർ വിഷമിച്ച് ചൂരൽമല ഭാഗത്തേക്കുള്ള ആൾക്കാരൊക്കെ ജീവിതം വളരെ ദുരിതമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടമില്ല, ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ സ്ഥിതി വളരെ മോശമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞു, ദുരിതം കഴിഞ്ഞു. ഇനി ആളുകൾ കയറി തുടങ്ങും ഉറപ്പായിട്ടും. ദൈവം കാക്കട്ടെ, അത്രേ പറയാൻ പറ്റുള്ളൂ. ശരി, ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ബഷീർ. ബഷീർ അല്ലേ? ആയിക്കോട്ടെ. അപ്പം ബഷീർ ഖാനെ പോലുള്ള ഒരുപാട് ആളുകൾ ഇവിടെ സഞ്ചാരികളെയും കാത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ചങ്ങലമരത്തിൻ്റെ തൊട്ടിപ്പുറത്താണ് ബഷീർ ഖാൻ്റെ ഷോപ്പുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ഫുഡും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള അടിപൊളി ഫുഡ് ഐറ്റംസ് മൊത്തം ഉണ്ട്, ഞാൻ കാണിച്ച പോലെ. അപ്പോൾ നിങ്ങൾക്ക് വരിക, വന്ന് നിങ്ങൾ മൺസൂണും വയനാടും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. നമുക്ക് കാഴ്ചകളിലേക്ക് നല്ല മഴ കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ നമ്മുടെ എന്നൂരും ബാക്കിയുള്ള ഭാഗത്തേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ കിടിലനായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയത്ത് നിന്നാണ് എടുക്കുന്നത്. മഴയത്ത് നമ്മൾ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോഴുള്ള വൈബ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ഞാൻ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ, അതായത് നമ്മുടെ ചങ്ങലമരത്തിൻ്റെ തൊട്ടിപ്പുറത്ത് വന്നപ്പം ഒരു ടീ ഷോപ്പ് കണ്ടു. ഇത് കോൾഡ് ആണ്, അല്ലാണ്ട് ഹോട്ടല്ല, കോൾഡാണ്. പക്ഷെ ഭയങ്കര ഫേമസ് ആട്ടോ ഇവർ ആക്ച്വലി ഒരു തായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീയുടെ ഫോമുലയാണ് ഇവർക്കുള്ളത്. ഒരുപാട് ഫേമസ് ആണ്. വയനാട് തന്നെ ആദ്യത്തെ, കേരളത്തിലെ തന്നെ ആദ്യത്തെ ഔട്ട്ലെറ്റാണ് ഇവരുടെ ഇപ്പോൾ ഉള്ളത്. അത് ഇനി വയനാട് 1-2 സ്ഥലത്തേക്ക്, കാരാപ്പുഴ ഡാം സൈറ്റിലേക്ക് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള ഭാഗത്തേക്കൊക്കെ. ഇതിപ്പോൾ ഇങ്ങനൊരു ഡിസാസ്റ്റർ വന്നുകൊണ്ട് ഇവരങ്ങ് ഡൗൺ ആയി പോയതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ആ ഒരു ടീ എടുക്കുന്നത് കണ്ടു. എറണാകുളമൊക്കെ ഉള്ളവർക്ക് ഒരു പരിചിതമായിരിക്കും, അല്ലെങ്കിൽ വെളിനാട്ടിലൊക്കെ പോകുന്ന ആളുകൾക്ക്, തായ്ലാൻഡും മലേഷ്യയൊക്കെ പോകുന്ന ആളുകൾക്ക് പരിചിതമായിരിക്കും ഈ ടീ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മേക്കിംഗ് ഒക്കെ ഉണ്ട്, നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇവരുടെ പേരെന്ന് പറയുന്നത് ബോബ സാങ്കോ എന്നാണ്. ബബിൾ ടീ ആണ് ഇവരുടെ ഫേമസ്. സൗത്ത് ഇന്ത്യസ് ഫസ്റ്റ് ബബിൾ ടീ ട്രക്ക്. ഒരു ട്രക്കിലാണ് ഇവരിത് ടീ സെർവ് ചെയ്യുന്നത്. ഇതാട്ടോ ഇവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം, ബോബ സാങ്കോ എന്നാണ്. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ കിട്ടും. ഇങ്ങനെ ഒരു കുഞ്ഞ് ട്രക്കിലാണ് വളരെ ഗംഭീരമായിട്ട് വെൽ മാനേജ്ഡ് ആയിട്ടുള്ള
സ്റ്റാഫാണ് ഇവർക്കുള്ളത്. വളരെ പൊളൈറ്റാണ് അവർ ആളുകളെയൊക്കെ ഡീൽ ചെയ്യുന്നതൊക്കെ വളരെ ഭംഗിയായിട്ട്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, കണ്ടപ്പം വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. അപ്പോൾ ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്നുള്ളതിലാണ് ഞാനിത് എടുക്കുന്നത്. ഇതൊക്കെയാട്ടോ ഇവരുടെ ആ ഒരു ടീയുടെ മേക്കിംഗ് സ്റ്റൈല്. ബോബ സാൻ ടീ ഓർഡർ ചെയ്യാണ്. ഇത്രയൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ അല്ലേ. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ എന്ന് പറയുമ്പം, പ്രത്യേകിച്ച് നമ്മുടെ വയനാട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വേണ്ടി നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം. ഓക്കെ ഓക്കെ, എത്ര നാളായി തുടങ്ങിയിട്ട് ഇവിടെ? 3ാമത്തെ മാസം. 2 മാസം ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്തു അല്ലേ? കിട്ടിയിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഇനിയിപ്പം ഓപ്പണായി വരും. കാരണം നോർമലി ആളുകൾക്കുള്ളൊരു വിചാരം ചൂരൽമല മുണ്ടക്കൈ എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ട് വയനാട് എഫക്ട് ചെയ്തു. ഒരിക്കലും അല്ല, അത് മാറിയിട്ട് ഇപ്പം ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആ മെനു ഒന്ന് തരാമോ? ആ ഒരു ടീ അവർ മേക്ക് ചെയ്യാണ്. ഇത് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന തായ് മിൽക്ക് ടീ ആണ്. 130 റുപ്പീസാണ്. ഇതാണ് അവരുടെ മെനു. ഒന്ന് ഫോക്കസ് ചെയ്ത് വെച്ചു. അതുപോലെ ഐസ് കോഫി ഉണ്ട്, ടാരോ, മച്ച മാജിക്, ഐസ് ലെമൺ ടീ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. 130-100 റുപ്പീസാണ് അതിൻ്റെ ഓരോന്നിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. ഓപ്ഷണലായിട്ട് ഹോട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, കോഫി ടീ ആസ് യൂഷ്വൽ. പിന്നെ അവരുടെ ഫ്ലേവേഴ്സൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മളത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് വേണ്ടി വളരെ മനോഹരമായിട്ട് തന്നെ അവർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു. നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുള്ള കപ്പാട്ടോ, അടിപൊളിയായിട്ടുള്ള കപ്പാണ്. ഇതിനകത്ത് കുറേ ബബിൾസ് ഇങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ടീൻ്റെ കളർ കേട്ടോ, കാണുമ്പോൾ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടേ. നൈസ് മേക്കിംഗ് ആണ്, നല്ല നീറ്റാണ്, ക്ലീനാണ്. അപ്പോൾ കിച്ചു, എന്നാൽ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാം. സൂപ്പർ, ഒരു രക്ഷയില്ല. നമ്മൾ നല്ല കോഫിയുടെ ഫ്ലേവർ ഇല്ലേ, ആ ഫ്ലേവറും ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ബബിൾസും ഉണ്ട്. ആ ബബിൾസ് കഴിച്ചുകൊണ്ട് ഈ കോഫി ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത്. അടിപൊളി കേട്ടോ, കിടിലൻ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ഔട്ട്ലെറ്റാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ചങ്ങലമരം കഴിഞ്ഞൊരു 100 മീറ്റർ ഇപ്പുറത്താണ് ഇതുള്ളത്. അതുപോലെ താജ് റെസ്റ്റോറൻറ്റ്, ഇവിടെയൊക്കെ നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അടിപൊളിയായിട്ടാണ്. പൊളി, ട്രൈ ചെയ്യണേ, മറക്കരുത് കേട്ടോ. കിച്ചു, എങ്ങനെയുണ്ട് ഐറ്റം? കൊള്ളാമോ? കൊള്ളാം, പൊളി. തണുപ്പും പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ഫീല്. ഫസ്റ്റ് ടൈമാണ്. നല്ല മഴയൊക്കെ നനഞ്ഞിട്ട് ഹോട്ടിന് വരും നമ്മൾ കോൾഡാക്കി കുടിക്കുന്ന, പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അല്ലേ, നല്ല എനർജി ഉണ്ട് അല്ലേ. കൊള്ളാം. അപ്പോൾ എന്തായാലും അടിപൊളി കേട്ടോ. അങ്ങനെ ബോബ സാഗോ എന്ന തായ്വാൻ സ്പെഷ്യലായിട്ടുള്ള ആ ടീ നമ്മൾ കഴിച്ചു, അത് ഫിനിഷ് ചെയ്തു. ആ ഒരു ടൂറിസം, റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഭാഗമായ ആ വേസ്റ്റ് ഡിസ്പോസിങ് വളരെ മികച്ച രീതിയിൽ തന്നെ ഇവർ ചെയ്യുന്നുണ്ട്. അപ്രീഷിയേറ്റബിൾ ആണ്. വെരി ഗുഡ്. അതുപോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതായിട്ട്. താങ്ക് യു വെരി മച്ച്. പിന്നെന്താ, നൈസ് 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 നൈസ്, അടിപൊളി. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ദ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നൂരാണ്. ഗോത്ര പൈതൃക ഗ്രാമം, അതായത് ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് ആണ്. അത് പൂക്കോടാണ് വയനാട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. മെയിൻ ഹൈവേയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് സമീപം തന്നെയാണിത്. അതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൻ്റെ പാർക്കിങ്ങിലേക്ക്, അതിൻ്റെ ഒരു ഗേറ്റ് കവാടം കഴിഞ്ഞ് ഉള്ളോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എല്ലാം. ഇവിടെയാണ് ഇതിൻ്റെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഗംഭീര മഴ കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ. അപ്പം മഴ കുറയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കുറച്ച് നേരം ഇതിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ. നല്ല രസമുള്ള മഴ, അത് ആസ്വദിച്ച് എങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ. കുറേ നേരം കാത്തു നിൽക്കേണ്ടി വന്നു. അത്യാവശ്യം നല്ല മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ക്യാമറയിലൊക്കെ വെള്ളം വീണിട്ട് ആ ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല. അങ്ങനെ കാത്തു നിന്ന് നമ്മൾ അതിൻ്റെ പാർക്കിങ്ങിലെത്തി, അതായത് എന്നൂർ പോകുന്നതിൻ്റെ പാർക്കിങ്ങിൽ. ഇനിയിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട്
നമ്മുടെ യാത്ര മുകളിലേക്ക് കുറച്ച് പോണം മുകളിലേക്ക്. ജീപ്പിലാണ്. ജീപ്പ് ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാം. ഒരു ചായ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. ആ വാഹനങ്ങൾ പോകുന്നത് കാണുന്നില്ലേ, അതാണ് കോഴിക്കോട് നിന്ന് വരുമ്പോഴുള്ള മെയിൻ റോഡ്. കോഴിക്കോട് നിന്ന് വരുമ്പം അറൗണ്ട് നമ്മളിതാ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങാം. ഇവിടെയാണ് പാർക്കിംഗ് ഉള്ളത്. കോഴിക്കോട് നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡാണ്. ഇതാ ഈ ഒരു സ്ഥലത്താണ് നമുക്ക് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. അത്യാവശ്യം വാഹനങ്ങളുണ്ട്. മഴയായിട്ട് പോലും ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും അത്യാവശ്യം വാഹനങ്ങൾ പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വയനാടിൻ്റെ കവാടം അവർ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ട് പൂക്കോട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പം പാർക്കിംഗ് ഫീ ഉണ്ട്. 2 മണിക്കൂറാണ് പാർക്കിങ്ങിൻ്റെ സമയം. അതുപോലെ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അവർ ആ കോഷൻ കൊടുത്തിട്ടുണ്ട്. നിലത്ത് മാലിന്യം തള്ളുന്നത് ശിക്ഷിക്കപ്പെടും. അതുപോലെ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കരുത്, അതൊക്കെ നിരോധിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാത്തവർ ഗ്രൗണ്ടിൽ കയറരുത്, അടുത്തുള്ള പുഴയിൽ ഇറങ്ങരുത് എന്നുള്ള കുറേ കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് പാലിക്കുക. പിന്നെ നമുക്ക് വരുന്നത് വയനാട് പൂക്കോട് ലേക്ക്, അതുപോലെ ഗ്ലാസ് ആർട്ട് മ്യൂസിയം, അങ്ങനെ കുറേ കാര്യങ്ങളുടെ ഒരു ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ നമുക്ക് എന്നൂര് കണ്ടിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഓക്കെ. ഞാനിപ്പോൾ ഇതാ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഉള്ളത്. ആ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് അത്യാവശ്യം നല്ല ഫെസിലിറ്റിയോടുകൂടി തന്നെ അവർ വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇതാ ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് യാത്ര പുറപ്പെടാം. അപ്പം നമുക്ക് ഒരു ചായ കുടിക്കാം. റൈറ്റ്. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തു. ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണുള്ളത്. അതായത് ഈ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. ഇതിലിപ്പോൾ നമുക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് 50 രൂപ, 50 റുപ്പീസാണ് പെർ പേഴ്സൺ നമുക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോകണമെങ്കിൽ കുറച്ച് കയറ്റം കയറി പോകണം. അപ്പോൾ ജീപ്പ് സർവീസാണ് ഉള്ളത്. അതിൻ്റെയും കൂടെ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം. ഇപ്പോൾ ജീപ്പിന് വരുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ ജീപ്പ് എടുത്ത്, അതായത് നമുക്ക് പേഴ്സണലായിട്ട് ഒരു ജീപ്പ് ഉണ്ടാവും. നേരെ മുകളിലേക്ക് പോകാം, നമുക്കവിടെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നമ്മുടെ സമയത്തിന് തന്നെ തിരിച്ച് വരാം. അതൊക്കെ പേഴ്സണലായിട്ടൊരു ജീപ്പ് ഉണ്ടാവും. അതിനകത്ത് വേറെ ആളുകൾ ആരും ഉണ്ടാവില്ല. അതിനവർ ചാർജ് ചെയ്യുന്നത് 250 ആണ്. അപ്പം ടിക്കറ്റും ഈ പറഞ്ഞ പോലെ തന്നെ ജീപ്പും പേഴ്സണലായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ വരുന്നത് 350 റുപ്പീസാണ്. അപ്പോൾ ഞാനും കിച്ചും ഉള്ളത്. അപ്പോൾ ഞങ്ങളത് നമുക്ക് വീഡിയോ എടുക്കാൻ പാകത്തിന് ഞാനങ്ങ് ഇൻഡിവിജ്വലായിട്ട് എടുത്തു, വേറെ ഒന്നിച്ച് പോകണ്ടെന്നുള്ളതിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 80 രൂപയാണ് ടിക്കറ്റും അതുപോലെ ജീപ്പിനും കൂടെ ചാർജ് ചെയ്യുന്നത്. 80 റുപ്പീസ് ടിക്കറ്റ് വിത്ത് ജീപ്പ് ഫെയർ. നിങ്ങൾ ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ ജീപ്പുണ്ട്, ഇതിനകത്ത് കാത്തു നിൽക്കേണ്ടി വരും. ആ ഓരോ ജീപ്പിലെ സീറ്റിംഗ് ഫില്ലാകുമ്പോൾ നമുക്കൊരു ഗ്രൂപ്പായിട്ട് പോയിട്ട് തിരിച്ചു വരാം. ഇൻഡിവിജ്വൽ ആണെങ്കിൽ അറൗണ്ട് 250 റുപ്പീസ് മാത്രം ജീപ്പിന്. ടോട്ടൽ 250 + 300 റുപ്പീസ് പെർ പേഴ്സൺ വരും. ഓൾ റൈറ്റ്, നമുക്കിന്ന് പോവാം. നമ്മളങ്ങനെ ജീപ്പിൽ കയറി. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇൻഡിവിജ്വൽ ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഞാനും കിച്ചു മാത്രമേ ജീപ്പിലുള്ളൂ. ആ വീഡിയോ എടുക്കാനും കൂടെ വേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ പാർക്കിംഗ് ഏരിയ നിന്ന് ജീപ്പ് എടുത്തു കഴിഞ്ഞാൽ അറൗണ്ട് 2 കിലോമീറ്ററാണ് മുകളിലേക്കുള്ളത്. ഒരു ചെറിയൊരു ഓഫ് റോഡിങ് ഫീലാണ് നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാട്ടോ. നമുക്ക് വഴികളൊക്കെ കണ്ട് നേരെ എന്നൂരിലേക്ക് പോകാം. പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ കഴിഞ്ഞ് നമ്മളിതാ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് വെറ്റിനറി കോളേജ് ഇല്ലേ, അതിൻ്റെ ഒരു കോമ്പൗണ്ടാണ്. റോഡൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ടുള്ള റോഡൊക്കെ തന്നെയാണ്. ഇങ്ങോട്ടേക്ക് പ്രൈവറ്റ് വണ്ടികൾ വിടുന്നില്ല. എന്താ? ഓ, പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ. അപ്പം ജീപ്പിൽ തന്നെ പോയി വരണം. ട്രക്കിംഗ് ഉണ്ടോ? നമുക്ക് നടന്നു പോകാവോ? നടന്നു പോകാൻ പറ്റുമോ? ഇല്ല, ഒള്ളി ജീപ്പ്. ഇവിടെ വരുന്ന ആളുകൾ ഇൻഡിവിജ്വലായിട്ട് നടന്നു പോകാൻ പെർമിറ്റ് ചെയ്യുന്നില്ല ഇപ്പം. അതുപോലെ ട്രക്കിംഗ് പെർമിറ്റ് ചെയ്യുന്നില്ല. താഴെ വരിക, ടിക്കറ്റ് എടുക്കുക, അവിടെയുള്ള ജീപ്പ് നമ്മൾ അതിൻ്റെ ടിക്കറ്റ് എടുത്ത് മാത്രമേ നമുക്ക് എന്നൂരിലേക്ക് പോകാൻ സാധിക്കൂ. അപ്പോൾ അതൊന്ന് റിമൈൻഡിൽ വെച്ചോളൂ. ഒരിക്കലും ഇൻഡിവിജ്വൽ വാഹനങ്ങൾ, നമ്മളുടെ പ്രൈവറ്റ് വാഹനങ്ങൾ മുകളിലേക്ക് കടത്തി വിടില്ല. കാരണം ഒന്ന് ചെറിയ നാരോ റോഡാണ്, 2 മുകളിലെത്തി കഴിഞ്ഞാൽ പാർക്കിങ്ങിൻ്റെ ഒരു അസൗകര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു ടൂറിസം മേഖലയിലേക്ക് വരുന്നവർ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ അതോറിറ്റിയുടെ ഇത്തരം റെസ്ട്രിക്ഷൻസ് സ്ട്രിക്റ്റായിട്ട് പാലിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് റെസ്പോൺസിബിൾ ടൂറിസം, റൈറ്റ്? ചെറിയ കയറ്റമൊക്കെ കയറി നമ്മൾ നല്ല പച്ചപ്പും കാഴ്ചകളൊക്കെ കണ്ട് ഒരു കുഞ്ഞ്, വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊരു ഓഫ് റോഡ് ഫീലൊക്കെ ആയിട്ടാണ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മുകളിൽ കാണുന്ന ഒരു കുടിൽ പോലെയൊക്കെ കാണുന്നത് കണ്ടില്ലേ, അതാണ് പൈതൃക ഗ്രാമത്തിൻ്റെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. അസാധ്യ വ്യൂ ആണ് നാം മുകളിൽ നിന്ന് പറഞ്ഞേക്കുന്നത്. ഞാനും ആദ്യമായിട്ടോ, നിങ്ങളുടെ കൂടെയാണ് ഞാനും ഈ ഒരു വ്യൂ കാണുന്നത്. ഇതൊക്കെ ഫോറസ്റ്റിൻ്റെ
ഭാഗമാണെന്ന് തോന്നുന്നത്, ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. താഴെ ചെറിയ പുഴയൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരിട്ട് ഒരു ജീപ്പിലൊക്കെ വരുമ്പോൾ ഉള്ളൊരു കാഴ്ച ഭയങ്കര രസമാണ്. ഇതാ നമ്മളതിൻ്റെ എന്നൂരിൻ്റെ കവാടം എത്തി. ഇവിടെ എൻട്രി റെസ്ട്രിക്റ്റഡ്, പ്രൈവറ്റ് വെഹിക്കിൾ ഏരിയ നോട്ട് അലൗഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രൈവറ്റ് വെഹിക്കിളിൽ വരികയാണെങ്കിൽ കൂടെ നമ്മളിവിടെ തടഞ്ഞു നിർത്തും. ഇവിടെ നിന്ന് അത്യാവശ്യം വലിയ കയറ്റമാണ്. പക്ഷെ കാഴ്ചകളും ആ ഒരു യാത്രയും, ഈ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ക്ലൈമറ്റിൻ്റെ ഫീലൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, സാധ്യം കേട്ടോ. നിങ്ങളൊക്കെ കുറേ കാലം ഫ്ലാറ്റിനകത്തും വീടിനകത്തും അതുപോലെ തന്നെ ജോലി തിരക്കിലൊക്കെ മെൻ്റലി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾ മുകളിലേക്ക് എത്തുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. അപ്പം തീർച്ചയായിട്ടും വയനാടിൻ്റെ ടൂറിസമൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. ഞാൻ താഴെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് വാഹനങ്ങൾ അവിടെയുണ്ട്. നേരത്തെയൊക്കെ ഒരാഴ്ച മുമ്പൊക്കെ ഒരു ജീപ്പ് പോലും അവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഓപ്പൺ ആയിട്ട് 10-15 ജീപ്പൊക്കെ സർവീസ് സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് ഒരുപാട് ആളുകളൊക്കെ പോയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും അരുവികളും ഒക്കെ നമുക്ക് കാണാം. നല്ല രസമുള്ള വ്യൂ ആട്ടോ. ശരിക്കും പറഞ്ഞാൽ നടന്നു പോയി എടുക്കേണ്ട ഒരു വ്യൂ ആണ്. പക്ഷേ ഈ ഒരു റെസ്ട്രിക്ഷൻ കാരണം നമ്മളതിന് നിൽക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഇതുപോലുള്ള വെള്ളച്ചാട്ടവും ആ ഒരു വെള്ളം ഒഴുകി വരുന്ന മേഖലയൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് എപ്പോൾ വേണമെങ്കിലും വെള്ളം കൂടാം. വെള്ളം കൂടിക്കഴിഞ്ഞാൽ മണ്ണൊലിപ്പോ അപകട സാധ്യത ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു ഹാഫ് വേ പിന്നിട്ടു. ഇനിയും കുറച്ചുകൂടെ മുകളിലേക്ക് പോകണം. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്നു പറഞ്ഞ പോലെയാണ്. ഉയരം കൂടുന്തോറും നമ്മുടെ യാത്രയുടെ ആ ഒരു ആസ്വാദനം, ആ ഒരു ഭംഗി മനസ്സിനും ശരീരത്തിനും മൈൻഡിനും ഒക്കെ കിട്ടുന്ന ഒരു കുളിർമ, അതൊരു വേറെ ലെവലാണ്. സമുദ്ര നിരപ്പിൽ നിന്നും നമ്മൾ പിന്നെയും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുകളിലേക്ക് കയറും തോറും കാഴ്ചകൾ നമ്മളെ വേറെ എവിടെയും മറയ്ക്കാതെ ആ മലനിരകളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആ കാത്തിരുന്ന ആ ഒരു പോയിന്റ് നമ്മളെത്തി. എന്നൂരിൻ്റെ ആ പ്രവേശന കവാടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരെ ജീപ്പുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാണാനുള്ള കാഴ്ചകളാണ്. സോ താങ്ക് യു ചേട്ടാ. എക്സൈറ്റ്മെൻറ്റോടുകൂടി അല്ലേ, അതെ, കാണാൻ കാത്തിരുന്ന ആ ഒരു സ്ഥലത്ത് നമ്മളെത്തി. എന്നാ വ്യൂ അല്ലേ. എന്നൂരാണ്, ഗോത്ര പൈതൃക ഗ്രാമം, വയനാട്. ഗവൺമെൻറ് ഓഫ് കേരള സർക്കാർ സ്പോൺസേഡ് ആയിരിക്കുന്ന ഒരു നമ്മുടെ ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജാണ് വയനാടിൻ്റെ. എക്സിക്യൂട്ട് ചെയ്ത ഏജൻസി ഡിസ്ട്രിക്ട് നിർമ്മിതി കേരള വയനാടാണ്. അവരാണ് ഈ സാധനം നിർമ്മിച്ചിരിക്കുന്നത്, ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ കാത്തിരുന്ന എന്നൂർ. കിച്ചുവിന് മുമ്പ് വന്നിട്ടുണ്ട് എന്നൂരേക്ക്? ഞാൻ ഫസ്റ്റ് ടൈമാ? എങ്ങനെയുണ്ട് കാഴ്ച? എങ്ങനെയുണ്ട്? വളരെ കാരണം ഇവിടെ നിന്നുള്ള വ്യൂ. ഏത് വ്യൂ? ഈ വ്യൂ. ഒന്ന് വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്ക്. കിച്ചു പറഞ്ഞ വ്യൂ ഇതാട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അസാധ്യ വ്യൂ ആണ് ഇത്. നമ്മൾ മുണ്ടക്കായി ആ അമ്പലത്തിൻ്റെ അവിടെ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ വേറൊരു ആംഗിളാണ് ഈ വ്യൂ കിട്ടുന്നത്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ മലനിരകളാണ്. പിന്നെ വയനാട് നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കാണാവുന്ന ഒരേ ഒരു മലയാണ്. അതേതാ കിച്ചു, ഓർമ്മയുണ്ടോ? വയനാട് എവിടെ നോക്കിയാലും നമുക്കൊരു ചെമ്പ്ര. എക്സാക്ട്ലി, അതാ ആ കാണുന്നതാണ്. ഏതാ ചെമ്പ്ര അല്ലേ? ആ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പീക്കാണ് ചെമ്പ്ര പീക്ക്. നമ്മുടെ വയനാടിൻ്റെ ഏത് ഭാഗത്തുനിന്ന് നിങ്ങൾ ഏത് മലയിലേക്കും ക്യാമറ വെച്ചാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ചെമ്പ്രയുടെ. സെക്കൻഡ് ലാർജസ്റ്റ് പീക്ക് ആണ്. അതുപോലെ തന്നെ വയനാട്ടിലെ ഏറ്റവും ലാർജായിട്ടുള്ള മലയാണ് ചെമ്പ്ര എന്ന് പറയുന്നത്. ആ ചെമ്പ്ര പീക്കിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വയനാട് കയറി വരുന്ന സ്ഥാനമൊക്കെ കാണാം. അതാണ് മെയിൻ റോഡ്. ആ ഒരു ഇത് കണ്ടോ, ലോങ് ആയിട്ട് നിൽക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടോ, അതാണ് നമ്മൾ വൈത്തിരിയിൽ നിന്ന് നമുക്ക് കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ്. ആ റോഡ് പോകുന്നത് കോഴിക്കോടും നേരെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഊട്ടി അല്ലെങ്കിൽ കൽപ്പറ്റ, മൈസൂർ ഭാഗത്തേക്ക് നിങ്ങൾക്ക് പോകാം. അതുപോലെ തന്നെ മലയുടെ താഴ്വാരങ്ങൾ അത്യാവശ്യം പച്ചപ്പൊക്കെ പുതച്ചിങ്ങനെ നിൽക്കുന്ന ഒരു കുളിർമയാർന്ന ഫീലിംഗാണ്, ഒരു രക്ഷയില്ലാത്ത ഫീലിംഗാണ്. ഡാം ഷുവർ ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളിവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും ഒക്കെ നിങ്ങൾക്ക് റിഫ്രഷ് ആയിട്ട് തിരിച്ചു പോകാം. അപ്പോൾ എന്തായാലും എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. ഓൾറൈറ്റ്,
ഞാൻ പിന്നെയും പറയാണ്, കണ്ടില്ലേ ഇവിടെ തന്നെ ഇപ്പം ഒരുപാട് ജീപ്പുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനർത്ഥം ഒരുപാട് ടൂറിസ്റ്റുകൾ വയനാട് കയറി തുടങ്ങിയെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലാൻ ചെയ്യുക, ഈ വരുന്ന ഓണം എക്സാം എല്ലാം കഴിഞ്ഞ് ഈ വരുന്ന ഓണം വയനാടിൻ്റെ കൂടെ നിങ്ങൾ ആഘോഷിക്കുക. ചുരം കയറി വന്നാൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഇതാണ് എന്നൂർ. എന്നൂർ ഇപ്പം നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇത്രയും ദിവസം നിങ്ങൾ എന്നൂരിലേക്കൊക്കെ വരികയാണെങ്കിൽ 2000 പേർക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആക്കിയിരുന്നു. കാരണം അത്രത്തോളം ക്രൗഡാണ് വയനാട്ടിലോട്ട് കയറി വരുന്നത്. ഇപ്പം ആ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. എന്നൂർ നിങ്ങൾക്ക് വളരെ ലാവിഷായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയവും സന്ദർഭവും അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ട്. അധികം ആളുകൾ വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എത്രയും പെട്ടെന്ന് വയനാട്ടിലോട്ട് കയറിക്കോളൂ എന്നൂരേക്ക്. എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക. നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം.